ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ നല്ല വെള്ളക്കടലയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വെള്ളക്കടലക്കറി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടല ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3/4 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു കറുവപ്പട്ട, ഒരു ഏലക്ക, ഒരു 2 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 4 വിസിലടിച്ച് വേവിച്ച് ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് ചെറുജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ബിരിയാണി ഇല, അതിനുശേഷം ഒരു വലിയ സവോള അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി, ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് മസാലയുടെ പച്ച മണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലകൾ ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതിൽ നിന്ന് കുറച്ച് കടല ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3/4 സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം കളറിനനുസരിച്ച്. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സാക്കി പച്ച സ്മെല്ലൊക്കെ പോയി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയൊരു തിള വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നാക്കി ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് കുറച്ച് കസ്തൂരി മേഥിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് ആക്കിയെടുക്കാം. അവസാനം ഒരു വിസിലും കൂടി അടിച്ചെടുത്തപ്പോൾ നന്നായിട്ട് കടലയിലെല്ലാം മസാലകളെല്ലാം കയറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ വെള്ളക്കടല മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പൂരീൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ ബായ്.